ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചക്കക്കുരു കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചക്കക്കുരു ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കരിന്തൊലി കളഞ്ഞിട്ടില്ല. ഇതിനാണല്ലോ ഗുണം കരിന്തൊലിക്ക്. അപ്പോൾ അത് കളഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉരുണ്ട കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരു 10-30 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവോള, 2 തക്കാളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചൊരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വെക്കാം. തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, കുറച്ചൊന്ന് കളർ മാറി വരില്ല. ആ ടൈമിൽ നമുക്ക് ഉള്ളി ഇട്ട് ഇത് തേങ്ങ മൂത്തൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് സവോള, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ കൊച്ചുള്ളി പൊളിക്കുന്ന പാടിന് വലിയ 2 സവാളയാണ് കൊടുക്കുന്നത്. സവാളയൊന്ന് വഴഞ്ഞിട്ടിട്ട് ഒരുപാട് അങ്ങ് നോക്കണ്ട, കുറച്ചൊന്ന് വഴഞ്ഞു. ഞാൻ അടുത്തതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു എണ്ണയിലൊന്ന് വാഴട്ടെ. അതിനെ പെട്ടെന്ന് നമ്മൾ വെന്തെടുക്കുന്നത്. ഞാൻ വേവിച്ചിട്ടില്ല, പച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നു. എണ്ണയിലൊന്ന് വഴന്ന് കിട്ടുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് വെന്തെടുക്കും. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചക്കക്കുരു വേണമെന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെന്ത് വറ്റി വരട്ടെ. അടച്ചു വെച്ചു കൊടുക്കാം. നമ്മുടെ കറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു ചെറിയ ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിൽ ഒരു ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കും. അപ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവർ വരും കേട്ടോ. ഇതൊന്ന് വറ്റി കുറുകി വരട്ടെ. നമ്മുടെ ഈ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. അപ്പോൾ ഇതിന് ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകും.
അപ്പോഴത്തേക്ക് നല്ല റോസ്റ്റ് പോലെ ഇരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ചിക്കൻ കറിയുടെ അല്ലെങ്കിൽ ബീഫ് കറിയുടെയൊക്കെ ടേസ്റ്റിലുള്ള അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ ചക്കക്കുരു കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.